ഹായ്, വെൽക്കം ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഈ 4 ഓപ്ഷനുകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. അതിൽ 3 ശരിയാണ്, ഒരെണ്ണമാണ് ശരിയല്ലാത്തത്. അത് ഓപ്ഷൻ ബി ആണ്. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓരോ ആളുകളും എന്നാണ്. ആ ആളുകളും വേണ്ട, ഓരോ ആളും എന്ന് മതിയായിരുന്നു. കാരണം ആദ്യമേ തന്നെ ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട്, ഓരോ എന്ന് പറഞ്ഞ്. പിന്നെ വീണ്ടും ആളുകളും എന്ന് പറയേണ്ട ആവശ്യമില്ല. ബാക്കി 3 സെൻറ്റൻസും ശരിയാണ്. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. 3 ശരിയാണ്. അടുത്ത ചോദ്യം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. ഓക്കെ. അടുത്ത ചോദ്യം, മലയാളത്തിൽ അർത്ഥം എന്താ? പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നാണ്. മരിച്ചു പോയി. ഓക്കെ. അടുത്ത ചോദ്യം, അർത്ഥം എഴുതുക. വിസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർമ്മ എന്നാണ്. വിസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മറവി എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, എൻമകജ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം അംബിക സുധൻ മാങ്ങാട്. അടുത്ത ചോദ്യം, അണ്ടകടാഹം. ഓപ്ഷനിൽ ഉത്തരമില്ല. അണ്ടകടാഹം എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അടുത്ത കോവിലൻ ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷനിൽ ഉത്തരമില്ല. ഓപ്ഷനിൽ ഒരു ഉത്തരം ഏതാണ്ട് ശരിയായി, പക്ഷേ കറക്റ്റല്ല. VV അയ്യപ്പനാണ് കോവിലൻ എന്ന് പറയുന്ന തൂലികാ നാമത്തിൻ്റെ യഥാർത്ഥ പേര്. പിപ്പാസ എന്നത് ഏതിൻ്റെ പര്യായമാണ്? ദാഹത്തിൻ്റെ പര്യായമാണ് പിപ്പാസ. ശരിയായ പദമേത്? ദശരഥൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ശരിയായ വാക്യമേത്? ഓപ്ഷൻ എയിൽ തെറ്റെന്ന് പറയുന്നത് അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. ചുറ്റും പ്രദക്ഷിണം രണ്ടിൻ്റെ മീനിങ് ഒന്നാണ്. രണ്ടാമത്തത്, തുലാഭാരത്തിനായി 100 തേങ്ങകൾ എന്ന് പറയില്ല, 100 തേങ്ങ എന്നേ പറയുള്ളൂ. കാരണം ആദ്യമേ ബഹുവചനമായ 100 ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും തേങ്ങകൾ എന്ന് പറയുന്ന ബഹുവചനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാനെന്ത് ചെയ്യാനാണ്? അതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. എല്ലായിടത്തും സർവത്ര രണ്ടിൻ്റെ മീനിങ് ഒന്നാണ്. ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഓപ്ഷൻ സി ആണ് ആൻസർ. താങ്ക് യു.